Hi, pre-market analysis. Mm, Price last week ഇത് ഫോർ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് 4 hour ഷിഫ്റ്റ് 80 രൂപ കിട്ടിയിട്ടുണ്ടായി. ദെൻ പ്രൈസ് താഴെ പോയി 4 hour ഫിജ് എടുത്ത് മുകളിൽ വന്നു. ഏത് ഓർഡർ ബ്ലോക്ക് എടുത്ത് പ്രൈസ് അടുത്തേക്ക് വന്ന് ഇത് ശമ്പളമാക്കി ഫ്രൈഡേ മെറ്റീരിയൽ ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു താഴ്ത്തിട്ട്. ദെൻ ഇന്ന് പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് മേലെ പോയി 4 hour റിജക്ഷൻ ബ്ലോക്ക് എടുത്ത് എന്നിട്ട് നോക്കുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല ഈ 1 മണിക്ക് മുന്നേ. ഇതായ രീതിയിലായിട്ട് വന്നു. ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രൈസ് ബെയറിഷ് ആയിട്ടില്ല ഇപ്പോഴും. പിന്നെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഡെയിലിയിൽ ഒരു റിജക്ഷൻ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 hourലും കൂടി ഷിഫ്റ്റ് കിട്ടിയാൽ ഇന്ന് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് ക്യാൻഡിലും കൂടി ക്ലോസ് ചെയ്താൽ നമുക്കിന്ന് ഏത് ക്യാൻഡിൽ IFEG ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ റീസെൻറ്റ് മറ്റേ 15 മിനിറ്റ് ലിക്വിഡിറ്റി നോക്കിയിട്ട് നമുക്ക് സെല് ചെയ്യാം. റീസെൻ്റ് അല്ല, ഒരു 15 മിനിറ്റ് സ്ട്രക്ചർ നോക്കിയിട്ട് സെല് ചെയ്യാം. സെല് ചെയ്യുവാണെങ്കിൽ എവിടെ മതി, നെക്സ്റ്റ് 4 hour ലിക്വിഡിറ്റി വരെ, അതായത് ഏത് ഓർഡർ ബ്ലോക്ക് വരെ നമ്മൾ സെല് ചെയ്യാവുന്നതാണ്. ഞാൻ നോക്കാം ഇപ്പോൾ എത്ര 1:05 2 മണിക്ക് ഷിഫ്റ്റ് കിട്ടുമെന്ന് നോക്കാം. ഇപ്പം എന്തെന്നാലും ഈ രീതിയിലായിട്ട് പ്രൈസ് വന്നിട്ടുണ്ട്. അറിയില്ല, അപ്പോൾ നോക്കാം എന്താവുന്നു. ഇതാണ് ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റ് എൻ്റെ ഒരു പ്ലാൻ. ഇത്രേ ഉള്ളൂ.